സൂപ്പർമാർക്കറ്റുകളിലും മറ്റും കാണുന്ന ഈ ശീലം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ട്രോളി ശുചിത്വം, ഹൈജീൻ ആൻഡ് ദ ട്രോളി. ചെരിപ്പും ഭക്ഷണവും. കുട്ടികൾ ചെരിപ്പിട്ട കാലുകൊണ്ട് അല്ലെങ്കിൽ സാധാരണ നിലയിൽ തറയിൽ വെച്ച് നടക്കുന്ന കാലുകൾ ട്രോളിയുടെ ഉൾഭാഗത്ത് വയ്ക്കുന്നത് ഗുരുതരമായ ശുചിത്വ പ്രശ്നമാണ്. ട്രോളിയിൽ വയ്ക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, അപ്പങ്ങൾ പോലുള്ളവയിൽ ഈ അഴുക്ക് പടരാൻ സാധ്യതയുണ്ട്. ഇത് ഭക്ഷണത്തോടുള്ള ബഹുമാനക്കുറവ് മാത്രമല്ല, ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യും. അനുവദനീയമായ ഇരിപ്പിടം. ട്രോളികളിൽ കുട്ടികളെ ഇരുത്തുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടം ചില ട്രോളികളിൽ മുൻഭാഗത്ത് ഉണ്ടാകും. ആ സീറ്റുകളിൽ മാത്രം ഇരുത്തുന്നതാണ് സുരക്ഷിതം. കുട്ടികളുടെ സുരക്ഷ, ചൈൽഡ് സേഫ്റ്റി. വീഴ്ച ഒഴിവാക്കുക. ട്രോളിയിൽ കുട്ടികൾ നിൽക്കുമ്പോൾ അവർ എളുപ്പത്തിൽ വീഴാനും പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. ട്രോളിക്ക് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇരുന്ന് യാത്ര ചെയ്യുക. കുട്ടികളെ എപ്പോഴും അനുവദനീയമായ സീറ്റിലിരുത്തുക, അല്ലെങ്കിൽ അവർ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുക. ട്രോളി ഒരു കളിപ്പാട്ടമോ നടക്കാനുള്ള വേദിയോ അല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മാതൃകാപരമായ പെരുമാറ്റം, സെറ്റിംഗ് എ ഗുഡ് എക്സാമ്പിൾ. പഠനം വീടുകളിൽ തുടങ്ങുന്നു. കുട്ടികൾ നമ്മെ കണ്ടാണ് ഓരോ കാര്യവും പഠിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരുടെ വസ്തുക്കളെയും പൊതു ഇടങ്ങളെയും എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മളവർക്ക് കാണിച്ചുകൊടുക്കേണ്ട പാഠങ്ങളാണ്. ബഹുമാനം പഠിപ്പിക്കുക. മോനെ, മോളെ, നമ്മൾ വാങ്ങുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം. കാലുവച്ചാൽ അത് വൃത്തികേടാകും, അപ്പോൾ നമുക്ക് അസുഖം വരും. ഇങ്ങനെയുള്ള ലളിതമായ വാക്കുകളിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുക. ട്രോളിക്കടയിലെ ആളുകളുടേതാണെന്നും അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അവരെ മനസ്സിലാക്കാം. ഭാവി തലമുറയെ വാർത്തെടുക്കുക. ഷേപ്പിംഗ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ ട്രോളിയിൽ കാലുവെച്ച് നിർത്തുകയാണെങ്കിൽ നാളെ അവർ അവരുടെ മക്കളെയും ഇതേ രീതിയിൽ തുടരാൻ സാധ്യതയുണ്ട്. നല്ല ശീലങ്ങൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് നമ്മുടെ കടമയാണ്. ഓരോ തവണയും ട്രോളിയിൽ കാലുവെക്കുമ്പോൾ ഇത് നമ്മുടെ ഭക്ഷണമാണ്, ഇതിൽ കാലുവെക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നത് ഒരു നല്ല ശീലമായി വളർത്തിയെടുക്കാൻ സഹായിക്കും. ഈയൊരു സന്ദേശം എല്ലാ മാതാപിതാക്കളിലേക്കും എത്തേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.